ഹലോ എവ്രി വൺ, ഐ എം ദേവിക ഫ്രം ജിനൂസ് അക്കാഡമി. എല്ലാവർക്കും ജിനൂസ് അക്കാഡമിയുടെ പുതുവത്സര ആശംസകൾ. എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ ഒരു ന്യൂ ഇയറിനെ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അല്ലേ? സോ നിങ്ങളുടെ എല്ലാം ഡ്രീംസും ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഇയർ ആവട്ടെ ഇതെന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IT റൈറ്റിംഗിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം. സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഫസ്റ്റ് വൺ, ജെൻഡർ ചേഞ്ച്. എന്താണ് ജെൻഡർ ചേഞ്ച്? ഒരു മെയിൽ പേഷ്യൻറ്റിനെ ഫീമെയിലായും ഫീമെയിൽ പേഷ്യൻറ്റിനെ മെയിലായും എഴുതുന്നതാണ് ജെൻഡർ ചേഞ്ച്. സോ ഇത് നിങ്ങളുടെ OET സ്കോറിനെ നെഗറ്റീവായി ബാധിക്കാറുണ്ട്. എന്നാൽ ഇത് മാത്രമല്ല, നമ്മൾ റെഫറൻസ് എഴുതുമ്പോൾ മിസ്റ്റർ ജോസഫ് എന്നും ദെൻ ബോഡി പാരഗ്രാഫിലേക്ക് വരുമ്പോൾ മിസ് ജോസഫ് എന്നും എഴുതാറുണ്ട്. സോ അതും ജെൻഡർ ചേഞ്ച് ആണ്. അതുകൂടാതെ പേഷ്യൻ്റെ നെയിമിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നതും പേഷ്യൻ്റെ നെയിം മാറ്റി എഴുതുന്നതും ജെൻഡർ ചേഞ്ച് ആണ്. സെക്കൻഡ് വൺ, പങ്ക്ച്വേഷൻസ്. പങ്ക്ച്വേഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫുൾ സ്റ്റോപ്പ്. നമ്മളൊരു സെൻറ്റൻസ് എഴുതി അത് പൂർണ്ണമായതിനു ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് വേണം അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കണക്റ്റേഴ്സിലും പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓരോ കണക്റ്റേഴ്സിനും വ്യത്യസ്തമായ പങ്ക്ച്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ ഹവർ എഴുതുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലാണ് ഈ ഹവർ യൂസ് ചെയ്യുന്നതെങ്കിൽ ഹവറിൻ്റെ H എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഹവർ കോമ അതിന് ശേഷം വേണം ഒരു സെൻറ്റൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ ഹവർ യൂസ് ചെയ്യുന്നതെങ്കിൽ സെമിക്കോളൻ ഹവർ കോമ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഹവറിൻ്റെ H സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇനിയിപ്പോൾ ഫസ്റ്റ് വേർഡ് ആയിട്ടാണ് ഹവർ എഴുതുന്നതെങ്കിൽ ഹവറിൻ്റെ H ക്യാപിറ്റൽ ആയിരിക്കണം, ഹവറിന് ശേഷമായിരിക്കണം കോമ വേണ്ടത്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റലൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് തുടങ്ങുന്നത് ആൻഡ് എൻഡ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതുകൂടാതെ എവിടെയൊക്കെയാണ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ, ഒരു പേഴ്സൻ്റെ നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇത് കൂടാതെ മന്ത് എഴുതുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നുമല്ലാതെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ലെറ്റർ ടാസ്കിൽ എന്തൊക്കെയാണോ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നിരിക്കുന്നത് അത് നിങ്ങൾ ലെറ്റർ എഴുതുമ്പോഴും ക്യാപിറ്റൽ ലെറ്റർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ. ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ സബ്ജക്റ്റ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹീ കൺസ്യൂംസ് ആൽക്കഹോൾ എന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. കൺസ്യൂംസ് ആൽക്കഹോൾ എന്ന് മാത്രമാണെങ്കിൽ അവിടെ ഒരു സബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് ഇൻകംപ്ലീറ്റും ആണ്, മീനിങ് ഫുള്ളും അല്ല അല്ലേ? സോ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൻറ്റൻസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, മീനിങ് ഫുൾ ആയിരിക്കണം. അറ്റ് ലാസ്റ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. പരമാവധി ലെറ്റർ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്പെല്ലിങ്സ് ആണെങ്കിൽ നിങ്ങളുടെ റൈറ്റിംഗ് ടാസ്കിൽ തന്നെ നോക്കി എഴുതാൻ ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ജിനൂസ് അക്കാഡമി, ഫ്ലൈ വിത്ത് യുവർ ഡ്രീംസ്.